മൂന്ന് മുന്നണികളുടെയും അഭിമാന പ്രശ്നമാണ് പാലക്കാട് നഗരസഭ. ഭരണം നിലനിർത്താൻ BJPക്ക് 2 സീറ്റ് കുറവാണ്. സ്വതന്ത്രനായി വിജയിച്ച എച്ച് റഷീദിനെ LDFും UDFും ചേർന്ന് പിന്തുണച്ചാൽ BJPക്ക് ഇക്കുറി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. നഗരസഭയിൽ ആകെ 53 സീറ്റ്. 27 സീറ്റ് നേടിയാൽ കേവല ഭൂരിപക്ഷം. എന്നാൽ ഇത്തവണ ആർക്കും അത് നേടാൻ കഴിഞ്ഞില്ല. BJP 25-ൽ ഒതുങ്ങി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. UDFന് 18ഉം LDFന് 9ഉം സീറ്റുകൾ. ആകെയുള്ള ഒരു സ്വതന്ത്രനെ LDFും UDFും ചേർന്ന് പിന്തുണച്ചാൽ BJPക്ക് അധ്യക്ഷസ്ഥാനം നഷ്ടമാകും. കോൺഗ്രസ് നിലപാട് ഏറെക്കുറെ വ്യക്തമാണ്. മതേതര മുന്നണിയാകാം, BJPയെ താഴെ ഇറക്കണം. 2-3 വാർഡ് 2 വോട്ട് 4 വോട്ട് 3 വോട്ടിനൊക്കെ തോറ്റുപോയതാണ്. അതൊക്കെ നിലവിലുള്ള 2-3 വാർഡ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ 25ലേക്ക് കോൺഗ്രസ് എത്തിയേനെ. BJP മാറ്റി നിർത്താന്നുള്ളൊരു കോൺഗ്രസിൻ്റെ അടിസ്ഥാന തത്വമാണ്, മാറ്റി നിർത്തിയേ പറ്റുമെന്ന്. പക്ഷേ അതിന് അകത്ത് എല്ലാ നേതാക്കന്മാരും ആലോചിച്ച് നല്ലൊരു മാർഗം കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കും. എന്ത് ഓഫർ തന്നാലും BJPയിലേക്കില്ലെന്നാണ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച എച്ച് റഷീദിന്റെ അഭിപ്രായം. ഞാൻ അങ്ങനെ ജനത്തിനോട് ചെയർമാൻ പദവി ഒന്നല്ല, ഞാൻ ഒരു സാധാരണ ഒരു കൗൺസിലറിന് മാത്രം ആഗ്രഹിച്ചിറങ്ങിയ ആളാണ്. അതുകൊണ്ട് ജനത്തിൻ്റെ കൂടെ എന്നും എപ്പോഴും ഏതൊരു സമയത്തിനും മതേതര കക്ഷിക്ക് പിന്തുണ കൊടുക്കും. BJPയായിട്ട് ഞാൻ ഒരിക്കലും പിന്തുണ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ പിന്തുണ കൊടുക്കുകയില്ല. വിഷയത്തിൽ ഇനി CPIMന്റെ നിലപാടാണ് നിർണായകമാവുക. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചർച്ച ചെയ്ത ശേഷം മാത്രം നിലപാട് പറയാമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ജില്ലാ നേതൃത്വം ഒന്ന് ചർച്ച ചെയ്ത് പരിശോധിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളെല്ലാം ഒരു നിലപാട് സ്വീകരിക്കാൻ. ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടൊരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു, BJPയെ നഗരസഭാ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്നുള്ളത്. ഏറെക്കുറെ അവർക്ക് 4 സീറ്റ് നഷ്ടപ്പെട്ടു, ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. വോട്ടാണെങ്കിൽ ഒരുപാട് താഴെ പോയിട്ടുണ്ട്. സഖ്യസാധ്യത 2 മുന്നണികളും തള്ളാതായതോടെ ആശങ്കയിലാണ് BJP. പാലക്കാട്ടുണ്ടാകുന്നത് മതേതര സഖ്യമല്ല, മാങ്കൂട്ടത്തിൽ സഖ്യമാണെന്നും അവിശുദ്ധ സഖ്യത്തിലൂടെ ഭരണം നേടാൻ നോക്കിയാൽ ജനങ്ങൾ തിരിച്ചറിയുമെന്നും BJP. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പാലക്കാട് MLAക്കെതിരെ സമരം ചെയ്യുകയും പാലക്കാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെതിരെ സമരം ചെയ്യുകയും ചെയ്ത CPMന്റെ പ്രവർത്തകന്മാർ ഈ മുന്നണിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് എന്താണ് മറുപടി പറയാനുള്ളത് എന്ന് CPM നേതൃത്വം വ്യക്തമാക്കേണ്ടി വരും. പാലക്കാട്ട് ഇന്ത്യ മുന്നണി സാധ്യമാകുമോ അതോ BJP ഭരണം തുടരുമോ? നിയുക്ത കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി അധിക ദിവസമില്ല. ഈ സാഹചര്യത്തിൽ ഇരു മുന്നണികളും എത്രയും പെട്ടെന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും. പക്ഷേ നേതൃത്വവുമായി കൃത്യമായ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമാകും ആ തീരുമാനം. അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും LDFനും UDFനും ഉണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ പാലക്കാട് നഗരസഭ ഇനി ആര് ഭരിക്കുമെന്നത് കണ്ടറിയണം. ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ഐഷത്തുൽ ഷംന, 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.